റിസൾട്ട് തന്നെ 1 വീക്ക് മുമ്പ് ഞാനിവിടെ കൃപാസനത്തിൽ എൻ്റെ ഫാമിലിയായിട്ട് വന്നിട്ട് ഞാൻ അച്ഛൻ്റെ ബ്ലെസ്സിങ്സിനായിട്ട് പോയി. അവിടെ അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി എന്നെ ഉയർത്തണമേ എന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ മതി, ബാക്കിയെല്ലാം മാതാവ് നോക്കിക്കോളും. അത് ഭയങ്കര ഒരു എനിക്കും എൻ്റെ ഫാമിലിക്കും ഗ്രേറ്റ് റിലീഫായിരുന്നു. അതിൽ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞ ശേഷം റിസൾട്ട് വരുന്ന ആ ഒരു ദിവസം ഞങ്ങൾ പുത്തമ്പള്ളി പറയും, ഞാൻ തൃശ്ശൂരാണ്, അപ്പം മാതാവിൻ്റെ ബസിലിക്കയാണത്. അപ്പം അവിടെ പോയി ഞങ്ങൾ അവിടെ കുർബാന കണ്ട് തിരിച്ചു വന്നില്ല, ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്കും എൻ്റെ റിസൾട്ട് പബ്ലിഷായി. ഞങ്ങളെല്ലാവരും നേരെ പിന്നെയും പള്ളിയിലേക്ക് കയറി. ഞങ്ങളുടെ സൈറ്റ് ജാം ആവുന്നുണ്ടായിരുന്നു, ക്രാഷ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് എവിടുന്നോ ഒരു ചേട്ടൻ വന്ന് ഞങ്ങൾക്ക് കൃപാസനത്തിൻ്റെ ഒരു പത്രം ഇങ്ങനെ തന്നു. അപ്പോഴേക്ക് പിന്നെയും ഇങ്ങനെ മാതാവ് എൻ്റെ ഓരോ സമയത്തും എൻ്റെ ഇൻസിഡൻസിൻ്റെ സമയത്തും സ്ട്രോങ് പ്രസൻസ് ഉണ്ട്, നീ ധൈര്യമായിട്ട് ഇരിക്കുക, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നി. അങ്ങനെ റിസൾട്ട് വന്നു. എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. ഞാൻ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി എൻ്റെ ഫൈനൽ ഇയർ MBBS പാസ്സായി. മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ മാത്രമല്ല, എൻ്റെ ഒരു ആ ഒരു ടഫായിട്ടുള്ള ആ പ്രാക്ടിക്കലിൻ്റെ അന്ന് അതിന് മുമ്പ് എൻ്റെ മോഡൽസിൻ്റെ സമയത്ത് എനിക്കൊരു പേഷ്യൻ്റ് എനിക്ക് കിട്ടിയത്, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. അപ്പം ഞാനിങ്ങനെ വെറുതെ എന്തോ സംസാരിച്ചു തുടങ്ങി ആ പേഷ്യൻറ്റിനോട് എക്സാമിൻ്റെ ഇടയ്ക്ക് തന്നെ. അപ്പോൾ ആ പേഷ്യൻ്റ് ഇങ്ങനെ പറഞ്ഞു, എനിക്കിതില്ല, കാശില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, അമ്മ വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് കാശ് ഗൂഗിൾ പേ വഴി അയച്ചു. അത് കഴിഞ്ഞ് ഞാൻ പോയി, അത് കഴിഞ്ഞു. ആ സെയിം കേസ് തന്നെയായിരുന്നു എനിക്ക് ആ ടഫുള്ള എക്സാമിൽ വൺ ഓഫ് ദ കേസായിട്ട് വന്നത്. അപ്പോൾ അത് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നി. എനിക്ക് ആ കേസ് നന്നായി പ്രസൻറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ എനിക്ക് തോന്നിയാണ് മാതാവ് ഞാനൊരു സൈഡ് ഞാൻ വീക്കാവുമ്പോൾ അതിന് എന്താ പറയുക, കൗണ്ടറാക്റ്റായിട്ട് മാതാവ് ഇങ്ങനെ വേറെ അനുഗ്രഹങ്ങൾ എനിക്കിങ്ങനെ നൽകിക്കൊണ്ടിരിക്കണ പോലെ എനിക്ക് തോന്നി. പിന്നെ തേർഡ് ഇയർ ആയാലും ഞാനിതേപോലെ തന്നെ ഉടമ്പടി എടുത്ത് അങ്ങനെയാണ് പാസ്സായത് എന്ന്. പിന്നെ വേറെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, അനീത്തി അവളവിടെ അബ്രോഡാണ്, അവൾ എൻജിനീയറിങ്ങിന് പഠിക്കുകയാണ്. അവൾക്കും ഇതേപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ്, അവിടുത്തെ ഇൻ്റർനാഷണൽ ലൈസൻസ് സെക്കൻഡ് അറ്റംപ്റ്റിന് തന്നെ പാസ്സാവാൻ സാധിച്ചു. അവിടെ ഉടമ്പടി ഉപ്പും തൈലവും പൂശിയാണ് അവൾ ഓരോ പ്രാവശ്യവും ടെസ്റ്റിന് പൊയ്ക്കൊണ്ടിരുന്നത്. സെക്കൻഡിൽ തന്നെ അറ്റംപ്റ്റിൽ തന്നെ അവൾക്കത് കയറാൻ സാധിച്ചു. പിന്നെ എൻ്റെ പപ്പയ്ക്കാണെങ്കിൽ പോലും വർക്കിൽ ഡിഫിക്കൽട്ടീസ് വരുമ്പോൾ ഇതേപോലെ തന്നെ ഉപ്പ് പ്രയോഗിക്കുകയും അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ